പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 4-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ ആമേൻ ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് വഴി തുറന്നു തന്നതിനായിട്ട്, നമുക്ക് സാഹചര്യത്തെ ഒരുക്കി തന്നതിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ പ്രഭാതത്തിനായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായിട്ട് നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാൽ യഹോവ നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരമുയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവ് വിശ്വസ്തനാകുന്നു, എൻ്റെ കർത്താവ് മാറാത്തവനാകുന്നു, എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്തവനാകുന്നു, അങ്ങ് മതിയായവനാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങേ പോലെ മറ്റാരുമില്ലല്ലോ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അങ്ങ് ഉത്തരമരുളുന്നവനാകുന്നു. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 106-ാം സങ്കീർത്തനത്തിൽ, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, കർത്താവിൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. ആമേൻ. അവൻ 47-ാം വാക്യം പറഞ്ഞത്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും കർത്താവിൻ്റെ സ്തുതിയിൽ പ്രശംസിക്കുവാനും ജാതികളുടെ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം കേട്ടോ, ആരും അശ്രദ്ധരാകരുത്. ഞങ്ങളെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മാർച്ച് മാസം 4-ാം തീയതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ മുൻപോട്ട് ആമേൻ മുന്നേറുന്ന ദിവസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ മാർച്ച് ഫോർവേഡ് ചെയ്യുന്ന ദിവസം, മുന്നേറുന്ന ദിവസമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇന്ന് ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നു അവരെല്ലാവരും ദൈവിക സംരക്ഷണത്തിനകത്താകട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവരെ മറയ്ക്കുന്നു. ദുഷ്ടൻ്റെ ഒരു പദ്ധതികളും അവരുടെ മേൽ ചെയ്യിക്കാതെ അവർക്ക് ചുറ്റും, അവരുടെ കുടുംബങ്ങൾക്ക് ചുറ്റും, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ചുറ്റും കർത്താവിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ആമേൻ കർത്താവേ, കിഡ്നിയുടെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വെക്കട്ടെ. അതുപോലെ കർത്താവേ, പാൻക്രിയാസിൻ്റെ രോഗത്താൽ ബുദ്ധിമുട്ട്, പാൻക്രിയാസിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ അവരും സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ മേൽ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയിൽ ആവശ്യമായ ഡെലിവറൻസിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ബിസിനസ്സിൽ ആവശ്യമായ ഉയർച്ചകളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. ലോകവ്യാപകമായൊരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ എക്സാംസ് എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് 10th 12th ഒക്കെ ഞങ്ങളുടെ കരങ്ങളില്ല. കർത്താവ് അത്ഭുതം ചെയ്യണം. ദൈവപ്രവൃത്തി കാണാൻ സഹായിക്കണം.
അതുപോലെ കർത്താവ് മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് അവസരം തന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾ ദൈവകൃപയാൽ നമുക്ക് വൈകിട്ട് ഒന്നിച്ചു കൂടുവാനും ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ഇന്നും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ബുധനാഴ്ചയാണല്ലോ. ഇന്ന് വൈകിട്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും തക്ക സമയത്ത് പങ്കെടുക്കണം, പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പ്രത്യേകിച്ച് ഇന്ത്യൻ സമയം 9:15 നമ്മൾ ആരംഭിക്കും. തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്ങിന് കാരണമായിക്കോളും. ആമേൻ. ഇന്ന് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ബേട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഈ വെനസ്ഡേയിലെ സ്പെഷ്യൽ മീറ്റിങ്ങിന് ആമേൻ. നമ്മൾ ഇന്നലെ ദൈവിക മഹത്വത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ, ആ മഹത്വത്തിൽ ജീവിപ്പാൻ, മഹത്വം നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് ഇടവരുത്തട്ടെ. കർത്താവ് ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യേക കൃപ ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഈ കഴിഞ്ഞ 3 ദിവസവും അനുഗ്രഹമാക്കി തീർത്തതിന് നന്ദി. ഇന്നും ശ്രേഷ്ഠമാക്കുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ച 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് കർത്താവ് നമുക്കിന്ന് തന്നിരിക്കുന്നത്. 2 Corinthians chapter number 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുതെന്നൊരു പദമല്ല, സാത്താൻ അഡ്വാൻറ്റേജ് എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഫോർ വി ആർ നോട്ട് ഇഗ്നറൻറ്റ് ഓഫ് ഹിസ് ഡിവൈസസ്. അവൻ്റെ പദ്ധതികൾ, ഡിവൈസസുകളെ നമുക്ക് അറിയാത്തവരല്ലല്ലോ. ഇതിൻ്റെ സന്ദർഭമെന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗം അവിടെ പറയുന്നത്. ക്ഷമയും യഥാസ്ഥാപനം. അപ്പം അവിടുത്തെ കൊരിന്തി സഭയിലെ ഒരു വിശ്വാസി പാപം ചെയ്തു. ആ പാപം ചെയ്ത മനുഷ്യനെ അവർ ഡിസിപ്ലിൻ ചെയ്തു. അതിനുശേഷം അവിടെയുള്ള വിശ്വാസികളോട് അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇനി അവനോട് ക്ഷമിക്കണം, അവനെ നമ്മൾ കംഫോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം ഒത്തിരി ദുഃഖം അവന് കൊടുത്താൽ ഒരുപക്ഷെ അവൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ഷമിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമിക്കാതിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഡോറാണ്. അത് പിശാചിനെ കയറുവാനുള്ള ഒരു ലീഗൽ ഗ്രൗണ്ടായി മാറും. ആമേൻ. അതുപോലെ അത് തന്നെയല്ല, ഒരു ഡിസ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അവനോട് ക്ഷമിച്ചു, കുറച്ച് പേര് പറഞ്ഞു ക്ഷമിക്കേണ്ട, അപ്പോൾ ചർച്ചയ്ക്കകത്ത് എന്ത് വന്നു? 2 ഗ്രൂപ്പ് വന്നു. ആ ഡിവിഷൻ എന്ന് പറയുന്നത് പിശാചിന് കയറി വരുവാനുള്ള ഒരു വാതിലാണ്. ആമേൻ. അപ്പോൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് പിശാചിൻ്റെ പദ്ധതികളെ നമുക്കറിയാവുന്നവരല്ലേ. അപ്പം എപ്പോഴും പിശാച് എന്ത് ചെയ്യുക, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു ഇമോഷണൽ വൂണ്ട് അല്ലെങ്കിൽ മാനസികമായ ഒരു വേദന നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, എന്തെങ്കിലും ഒരു ഡിസ്യൂണിറ്റി വരുമ്പോൾ, നമുക്ക് മനസ്സിനകത്ത് പരിഹരിക്കാൻ കഴിയാത്തതായ ഈ ക്ഷമിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ എന്നാ പിശാച് എന്ത് ചെയ്യും? ആ വാതിലുകളിലൂടെ നമ്മളിൽ കയറി പ്രവർത്തിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ അവൻ്റെ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ പ്ലാനുകൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ പർപ്പസുകൾ, അവൻ്റെ പദ്ധതികളെ നമുക്ക് അറിയാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കോണം, നമ്മുടെ മനസ്സിനെയാണ് പിശാച് എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വാതിലുകളെ തുറക്കാൻ നോക്കുന്നത്. ഇപ്പം നമുക്കൊരാളോട് വളരെ ദേഷ്യം ഉണ്ടാകുക, എന്നിട്ട് അവരോട് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസം ഉണ്ടാകുക. ഇതെന്ത് ചെയ്യുന്നു? യോഹന്നാൻ 10:10 പറയുന്നു, ആമേൻ, ഈ ശത്രു വരുന്നത് എന്തിനാ? അറപ്പാനും മുടിപ്പാനുമാണ് വരുന്നത്. അപ്പം നമുക്ക് ജോലിയിലായാലും ശുശ്രൂഷയിലായാലും കുടുംബജീവിതത്തിലായാലും നമുക്ക് ഒരാളോട് ക്ഷമിക്കുവാൻ പ്രയാസം വന്നു, നമ്മുടെ അകത്ത് ആ ഒരു ഭാരം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ പിശാചിന് അതൊരു വഴിയാണ്, അകത്തോട്ട് കയറി വരുവാൻ ഒരു വഴിയാണ്, നമ്മുടെ അകത്തോട്ട് കയറി വരുവാൻ ഒരു വാതിലാണ്. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് മനസ്സിലാക്കണം ഇത് പിശാചിന് വാതിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടയ്ക്കണം. ഇപ്പം നമ്മുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടന്നാൽ അവൻ കള്ളന്മാർ കയറാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മളത് അടച്ചിടണം. അതുകൊണ്ടല്ലേ നമ്മൾ രാത്രി പോയി നോക്കുന്നത് ഡോറൊക്കെ ലോക്കാണോ. ഇതുപോലെ നമുക്കൊരാളോട് ക്ഷമിക്കുവാൻ പ്രയാസമായി, ആ ആളിനോട് മനസ്സിൽ നമുക്ക് വിദ്വേഷവും പകയും ഇരിക്കുകയാണെങ്കിൽ
ഓർത്തോണം, നമ്മൾ പിശാചിന് എൻട്രി കൊടുക്കുക. അപ്പോൾ ഇവൻ കയറുന്ന എന്തിനാ? അറപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും. അങ്ങനെ പല വിട്ടുമാറാത്ത രോഗങ്ങൾ വരുന്നത്, പലതരത്തിലുള്ള പാരമ്പര്യമായ രോഗങ്ങൾ നമ്മളെ പിന്തുടരുന്നതിന് കാരണം നമ്മൾ പലരോടും ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരോടുള്ള വിരോധവും വിദ്വേഷവും ഇങ്ങനെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുമ്പോൾ പിശാചിനെന്ത് ചെയ്യും? ഇടം കെട്ട് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഇടം കെട്ട്. അപ്പോൾ പിശാചി കയറിയാൽ നന്മയല്ല തരുന്നത്, പിശാചി കയറുമ്പോൾ തിന്മയാണ് തരുന്നത്. അതുപോലെ തന്നെ ഈ ദൈവവചനത്തിനകത്ത് മായം ചേർത്ത് നമ്മുടെ ഉള്ളിൽ കയറ്റും, നമ്മളെ വഞ്ചിക്കാൻ നോക്കും. അതുപോലെ നമ്മളെ എപ്പോഴും ഡിസ്കറേജ് ചെയ്യും, അത് ഇമോഷണലി ഡിസ്കറേജ് ചെയ്യും. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി കർമ്മയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് ഏലിയാവ് നിരാശനാകുന്നത്. ഓർമ്മയുണ്ടോ? അപ്പോൾ ആ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 18, 19 അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ നിരാശ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, ഇത് ദൈവം തരുന്നതല്ല, ഇത് പിശാചിൻ്റെ. അതുപോലെ തന്നെ ഈ അപവാദങ്ങൾ നമ്മളോട് ആരെങ്കിലും പറയും, നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് ഡിസ്കറേജ് ആയിപ്പോകും. ഈ അപവാദങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമ്മളെ അങ്ങ് ഇടിച്ച് താക്കുന്നതിന് തുല്യം. അപ്പോൾ എന്നായും അതിനകത്തൂടെ പിശാച് കയറാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ലക്ഷ്യം മാറ്റിവിടാൻ നോക്കും. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചറിയണം, ആത്മാവിൽ ജീവിക്കണം. നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം എന്താണ് ഇത് പിശാചിൻ്റെ വാതിലുകളാണ്, ഇത് നമ്മൾ തുറന്നു കൊടുക്കാൻ പാടില്ല. എപ്പോഴും സാഹചര്യമുണ്ട്, മാനസികമായി നമുക്ക് ആരോടെങ്കിലും ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, അൺഫോർഗിവ്നെസ് വരാൻ സാധ്യതയുണ്ട്, നിരാശ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് കർത്താവിനോട് പറഞ്ഞു, പരിശുദ്ധന്മാവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ ഡോറ് ലോക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ആവശ്യം. ഇതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വാതിലും നമ്മൾ അടയ്ക്കണം. പിശാചിന് കയറുവാൻ അവസരം കൊടുക്കരുത്. നമ്മൾ തന്നെ പ്രാർത്ഥിച്ച്, നമ്മൾ തിരിച്ചറിഞ്ഞ്, നമ്മൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ച്, നമ്മുടെ മനസ്സിൽ നിന്ന് ആ വിദ്വേഷം എടുത്ത് കളഞ്ഞ്, ഡിസ്ട്രാക്ഷൻ എടുത്ത് കളഞ്ഞ്, ഏത് തന്നെയാണെങ്കിലും അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പൈശാചികൻ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയർത്തി പറ, ആമേൻ, ഞാൻ പിശാചിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്നു. ആമേൻ, സ്തോത്രം പറ. എൻ്റെ മനസ്സ് യേശു ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുക. ആമേൻ. എന്നിട്ട് പറഞ്ഞാണ്ട് ഞാൻ ദൈവിക ജ്ഞാനത്തിലാണ് നടക്കുന്നത്. ഒന്നുകൂടെ പറ, ഹല്ലേലൂയ. പിശാചിൻ്റെ ഒരു പദ്ധതിയും എൻ്റെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ് എടുക്കത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. ഞാൻ ഇമോഷനിലല്ല, ഞാൻ ജഡത്തിലല്ല നടക്കുന്നത്, ഞാൻ ആത്മാവിനല്ല നടക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ദൈവിക ജ്ഞാനം കൊടുക്കണം. അവർക്ക് തിരിച്ചറിയാനുള്ള ദൈവകൃപ കൊടുക്കണം. പിശാചിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാനുള്ള വലിയ ദൈവകൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. ഞാൻ ഈ മക്കളെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ എന്നോട് ചേർന്ന് പറഞ്ഞ്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. എന്നോട് ചേർന്ന് വീണ്ടും പറയണം, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ permanently blessed and highly favored. God bless you, God bless you, God bless you.